നമസ്കാരം. VKC എന്ന ഒറ്റനാമത്തിൽ മലയാളികളുടെ, ഭാരതീയരുടെ അല്ലെങ്കിൽ ലോകത്തിന്റെ മനസ്സിൽ ചേക്കേറിയ VKC മുഹമ്മദ് കോയ എന്ന വ്യവസായിയുടെ, സാമൂഹ്യ പ്രവർത്തകന്റെ ജീവിതത്തിലേക്കുള്ള ഒരു ചെറിയ യാത്രയാണ്. നമസ്കാരം. നമസ്കാരം. നമ്മൾ തുടങ്ങുമ്പോൾ ഇപ്പം 40 വർഷമായി. 84 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് പിന്നെ ഈ തീപ്പെട്ടീൻ്റെ സ്പ്രിൻസ് വിനേഴ്സ്, അതായത് പെട്ടിയും കൊള്ളിയൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയായിരുന്നു. അത് പിന്നെ അതിൻ്റെ റോ മെറ്റീരിയൽ സോഫ്റ്റ് വുഡാണ്. ഈ സോഫ്റ്റ് വുഡ് പിന്നെ ദൗർലഭ്യം വന്നു. പിന്നെ കമ്പനികൾ പിന്നെ ഞാനവിടെ ആ ഫറോക്ക് മേഖലയിൽ ഞാൻ തുടങ്ങുന്ന കാലത്ത് പിന്നെ ഞാൻ 5ാമത്തെ 6ാമത്തെ കമ്പനിയാണ്. അപ്പോൾ അത് ഒരു 10-15 വർഷമാകുമ്പോഴേക്കും അതൊരു 140 കമ്പനിയായിട്ട് വളർന്നു. അപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ ഒരു തരക്കടില്ല എന്നുള്ളൊരു വ്യവസായം തുടങ്ങിയാൽ അത് വലിയ പിന്നെ സാങ്കേതികത്വമൊന്നും ഇല്ലെങ്കിൽ അത് ധാരാളമായിട്ട് വളരും. അതാണല്ലോ നമ്മളെ നാട്ടിലെ ഒരു സ്വഭാവം. കാരണം എല്ലാവരും തന്നെയാണ്. കാരണം ഇപ്പോൾ നമ്മളെ ഏറ്റവും വലിയ വൈദഗ്ധ്യം കോപ്പി അടിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരു ഇത് പരീക്ഷണമൊക്കെ നടത്തി കണ്ടുപിടിച്ചൊന്നല്ല നമ്മൾ വരുന്നത്. നമ്മൾ ആരെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ അത് തരക്കടില്ലാതെ ഓടുന്നുണ്ടെങ്കിൽ പിന്നെ അത് മനസ്സിലാക്കുക, കഴിയുമെങ്കിൽ അവിടെ നിന്ന് ആരെങ്കിലും സംഘടിപ്പിച്ചിട്ട് കൊണ്ടുപോവുക. ഇതൊക്കെയാണ് നമ്മൾ പൊതുവെ വേറെ നമ്മളടക്കം ഉള്ള നമ്മുടെ കേരളക്കാരുടെ ഒരു ബിസിനസ്സിൻ്റെ ഒരു കണ്ടുപിടുത്തം അങ്ങനെയാണ്. അപ്പോൾ അത് വളർന്നു വരും. അതിപ്പോൾ നമ്മൾ നോക്കിയാൽ അതേ കേരളത്തിൽ ഫറോക്ക് മേഖലയിലാണ് ഈ ചെരുപ്പ്. നേരത്തെ കോട്ടയമായിരുന്നു. കോട്ടയം റബ്ബർ ഹവായി. ഷോപ്പല്ല ഞങ്ങൾ തുടങ്ങുന്നത്. ഞങ്ങൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നതാണ് തുടങ്ങിയത്. അപ്പോൾ നമ്മൾ പിന്നെ ഈ ചെരുപ്പുണ്ടാക്കുന്നതിൽ, റബ്ബർ ഹവായി ഉണ്ടാക്കുന്നതിൽ കോട്ടയമായിരുന്നു ആദ്യം മികച്ചു നിന്നത്. അവിടെ ഈ പാരഗൺ, ലൂണാറ്, പിന്നെ കൂടാതെ ലോക്കലായിട്ട് കുറേ സാധനങ്ങളുണ്ടായിരുന്നു ഇവിടെ. പിന്നെ കോഴിക്കോട് ഒരു 2-3-4 കമ്പനികൾ, നല്ല ഫേമസ് കമ്പനികളുണ്ടായിരുന്നു. അപ്പോൾ അത് ആ സമയത്താണ് പിന്നെ ഞങ്ങൾ ഞങ്ങളെ വുഡ് ഇൻഡസ്ട്രി മുന്നോട്ട് പോകില്ലെന്ന് കണ്ടപ്പോൾ അത് ക്ലോസ് ചെയ്തപ്പോൾ പിന്നെ പുതിയത് എന്ത് തുടങ്ങാം എന്നാലോചിച്ചപ്പം ചെരുപ്പ് എന്തായാലും ആളുകൾ ഉപയോഗിച്ച് പഠിച്ചല്ലോ. അപ്പോൾ അതുകൊണ്ട് ചെരുപ്പിൻ്റെ ആവശ്യം ഉണ്ടാവും. ചെരുപ്പിൻ്റെ ഒരു ആവശ്യം നിൽക്കാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ചെരുപ്പ് തുടങ്ങാമെന്നുള്ള ഉദ്ദേശിച്ചിട്ട് ചെരുപ്പിനെ സംബന്ധിച്ച് ഞങ്ങൾ പഠനം നടത്തിയപ്പോൾ അതൊരു നമ്മളത്ര വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങാൻ പറ്റുന്ന കപ്പാസിറ്റി നമുക്കില്ല. അപ്പോൾ ചെറുതായിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ചെറുതായിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ ആ നിലവിലുള്ള കമ്പനികളെ ഒരു കോപ്പി അടിച്ചിട്ട് അതിന് മത്സരിച്ച് പോകാൻ കഴിയുന്ന സ്ഥിതിയല്ല. കാരണം അതിന് മാത്രമുള്ള കപ്പാസിറ്റി നമ്മൾ ചെറുതായിട്ട് തുടങ്ങാൻ ഉദ്ദേശിച്ചത്, ഒരു മെഷീനൊക്കെ ഇട്ട് തുടങ്ങാനാണ് ഉദ്ദേശിച്ചത്. അപ്പം പിന്നെ അതിൻ്റെ വഴികൾ ആലോചിച്ചു. കാരണം അത് അങ്ങനെ തുടങ്ങിയിട്ടൊരു കാര്യമില്ല. പിന്നെ അതിൻ്റെ വഴികൾ ആലോചിച്ചപ്പോൾ നമ്മൾ പിന്നെ ഈ നിലവിലുള്ള ഈ പ്രൊഡക്റ്റിൻ്റെ, അതായത് ഇപ്പം റബ്ബർ ഹവായിൻ്റെ വൈകല്യങ്ങൾ എന്താണ്, അപ്പോൾ അതിനെ മാറ്റിക്കൊണ്ട് ഒന്ന് തുടങ്ങാം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അപ്പോൾ അന്ന് ഞങ്ങൾ അതിനെപ്പറ്റി വൈകല്യങ്ങൾ നോക്കുമ്പോൾ അന്ന് ഈ ചെരുപ്പ് ഈ വള്ളി ഊരി വരും, വള്ളി പൊട്ടും. പിന്നെ അന്ന് അപ്പർ വൈറ്റാണ്, ഷോളിൻ്റെ മേലെ ചെറിയൊരു ലെയർ അപ്പർ വൈറ്റ് ഉണ്ടാവും. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ തേഞ്ഞ് കഴിയുമ്പോൾ അതിനുള്ളിൽ നിന്നൊക്കെ ഈ ഒരു ഇങ്ങനെ 2-3 കളറൊക്കെ ആയിട്ട് വൃത്തികേടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു പിന്നെ വൈകല്യങ്ങളാണ് ഇതിനുള്ളത്. അപ്പോൾ അത് തീർത്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ഞങ്ങൾ ആലോചിച്ചത്. അപ്പോൾ വള്ളി പൊട്ടാത്ത ചെരുപ്പ്. അന്നൊക്കെ വള്ളി പിന്നെ ഷോപ്പിലൊക്കെ വള്ളി വിൽക്കാൻ പൊക്കുമായിരുന്നു. വള്ളി ഇങ്ങനെ പൊട്ടും, നടന്നു പോകുമ്പോഴൊക്കെ പൊട്ടും. എടുത്തിട്ട് പിന്നെ ഇത് ഊരി വരുന്നിട്ട് നമ്മൾ വീണ്ടും അതിലേക്ക്, പഴയ ആൾക്കാർക്കൊക്കെ അറിയാം, നിങ്ങൾക്ക് എല്ലാവരും എനിക്ക് അറിയില്ല. അപ്പോൾ അതെല്ലാം തീർത്തുണ്ടാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിച്ചത്. അപ്പോൾ ഞങ്ങൾ അതിനു വേണ്ടി ഞാൻ തുടങ്ങിയിട്ട് ആദ്യം ഞങ്ങൾ ഷീറ്റ് ഉണ്ടാക്കി. അപ്പോൾ ഒരു 2 കൊല്ലം സമയമെടുത്തു. അപ്പോൾ ഇങ്ങനെയൊരു ആലോചന അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അങ്ങനെ ഈ വള്ളി പൊട്ടാത്ത ഒരു ചെരുപ്പ്, പിന്നെ സിംഗിൾ കളറ്. അപ്പോൾ കളർ മറ്റേ മേലെയുള്ള ലെയർ തേഞ്ഞ് പോയിട്ട് പിന്നെ അത് മാറ്റേണ്ട പ്രശ്നം വരുന്നില്ല. ഒറ്റ കളറ്, അങ്ങനെ പൊട്ടാത്തതും ഊരി വരാത്തതും. ഇങ്ങനെ പിന്നെ ഈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ മാറ്റങ്ങൾ വരാത്തതും.
സിംഗിൾ കളർ, അത് എത്ര ഉപയോഗിച്ചാലും ആ കളർ തന്നെ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ ഒരു ചെരുപ്പാണ് ഞങ്ങൾ മാർക്കറ്റിൽ ഇറക്കിയത്. അപ്പോൾ അത് മാർക്കറ്റിൽ ഇറക്കിയപ്പോൾ ഈ തൊഴിലെടുക്കുന്ന വിഭാഗങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര താല്പര്യമായി, ഭയങ്കര ഹിറ്റായി. അന്ന് ഇപ്പോഴത്തെ മാതിരി ആളുകൾക്ക് പണമില്ല. പണം ആളുകൾ ദാരിദ്ര്യമുള്ള കാലമാണല്ലോ ആ കാലത്ത്, 40 വർഷം മുമ്പെയൊക്കെ. ഇപ്പോഴത്തെ ഇപ്പം എല്ലാവരും പണക്കാരാണ്, ഇടത്തരക്കാരാണ്. ഇടത്തരക്കാരുടെ നമ്പർ വർദ്ധിച്ചില്ലേ. അപ്പം അങ്ങനത്തെ അന്നതല്ല, അന്ന് പ്രയാസമുള്ള കാലമാണ്. അപ്പോൾ അവർ കൊടുക്കുന്ന പൈസ ഏറ്റവും കൂടുതൽ കാലം കിട്ടുന്ന, ദീർഘിച്ച് കിട്ടുന്ന അതാണ് നോക്കുക വാങ്ങുന്ന ആൾ. അത് വാങ്ങുന്ന ആൾ ഒരു ചെരുപ്പ് വാങ്ങിയാൽ അവൻ എത്ര മാസം കിട്ടി, എത്ര ദിവസം കിട്ടി എന്ന് പരിശോധിക്കുന്ന ഒരു കാലം അത്. ഇപ്പോഴാ പരിശോധന ഒന്നുമില്ല. ഇപ്പം മോശം വലിച്ചെറിഞ്ഞിട്ട് വേറെ ഒന്ന് വാങ്ങിയിട്ട് പോകും. ഇപ്പോൾ കാലം മാറി വന്നപ്പോൾ അന്നതല്ല, അങ്ങനെയാണ്. അപ്പം അന്ന് നോക്കുമ്പോൾ ഈ ഞങ്ങളെ ചെരുപ്പ് വാങ്ങി ഉപയോഗിച്ചവൻ ഇവൻ ഇത് ഒരു 6 മാസം കഴിഞ്ഞാലും ഇവനൊരു അനക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു നല്ല കണ്ടീഷനായിരുന്നു. അത് ഭയങ്കര ഡിമാൻഡായി. അതിനൊരു പരസ്യമൊന്നും കൊടുക്കാതെ തന്നെ ഭയങ്കര ഡിമാൻഡായി. ആളുകൾ ഉപയോഗിച്ച് പറഞ്ഞിട്ട്, ആളുകൾ തിരക്കില്ല പറഞ്ഞിട്ട് തന്നെ വലിയ ഹീറ്റായി. പിന്നെ അന്ന് തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളാണ് നമ്മളെ കൂടെ കൂലിപ്പണിക്ക് അല്ലെങ്കിൽ നല്ലൊരു വിഭാഗം മറ്റ് പണിയെടുക്കുന്ന. അവരൊക്കെ അത് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ മാത്രമല്ല, അവർ നാട്ടിൽ പോകുമ്പോൾ കുറച്ച് കൊണ്ടുപോവുകയും ചെയ്യും അവരുടെ കുടുംബക്കാർക്കെല്ലാം കൊടുക്കാൻ. ഇപ്പം നമ്മൾ ദുബായിൽ നിന്നെല്ലാം വരുമ്പോൾ സാധനം കൊണ്ടുവരുന്നില്ല അവർ. അപ്പം അങ്ങനെ അത് വലിയ ഹിറ്റായി കഴിഞ്ഞപ്പോൾ അപ്പോൾ അത് ഹിറ്റാകുമ്പോൾ നമുക്ക് അതിലൊരു ചില കാഴ്ചപ്പാടുണ്ടായിരുന്നു. നമുക്ക് കാഴ്ചപ്പാടുണ്ടായാലും ഇപ്പോൾ ആളുകൾക്ക് നമ്മൾ അന്ന് 30 റുപ്യ 35 റുപ്യ അങ്ങനെയുള്ള ചെറിയ പൈസയുള്ളൂ ചെരുപ്പിൻ്റെ വില. അപ്പോൾ അവന് ആ പണം എന്ന് പറഞ്ഞാൽ അന്ന് അത്രേ കൂലിയൊക്കെ ഉള്ളൂ. അപ്പോൾ ആ ചെരുപ്പ് വാങ്ങിയാൽ അവനൊരു നഷ്ടബോധം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് നമ്മളൊരു കൺസെപ്റ്റായിരുന്നു. പിന്നെ ഈ ബിസിനസ് ലാഭമില്ലാണ്ട് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. ലാഭത്തിന് വേണ്ടിയാണ് ബിസിനസ് ചെയ്യുന്നുള്ള ഒരു നിലപാടും നമുക്കില്ല. ലാഭം ഇപ്പം നമുക്ക് ലാഭല്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. നമുക്ക് എന്തെല്ലാം ബാധ്യതകളുണ്ടാവും, ആ ബാധ്യത തീർക്കണ്ടേ. അപ്പം എങ്ങനെയെങ്കിലും ലാഭം ഉണ്ടാക്കുക എന്നുള്ള ആ നിലപാടും നമ്മൾ സ്വീകരിച്ചില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ വളരെ മിതമായ നമുക്കിതെല്ലാം ഒപ്പിച്ച് പോകുന്ന ഒരു വിലയാണ് ഞങ്ങൾ തുടങ്ങിയത്. അപ്പോൾ ഇത് വലിയ ഹിറ്റായി. ഭയങ്കര ആളുകൾ ഹോൾസെയിലർമാർ. അത് നമ്മൾ 84 സ്റ്റാർട്ട് ചെയ്തത്. 84 2 വർഷം നമ്മൾ ഈ സീറ്റ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് മറ്റാളുകൾക്ക് കൊടുത്തു. 2ാമത്തെ വർഷം ഞങ്ങൾ പ്രൊഡക്റ്റ് ഇറക്കി. 2ാമത്തെ വർഷം. അപ്പോൾ 86 സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണത് വളരെ ഹിറ്റായത്. അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് നമ്മൾ ഈ PVC, PU, ഈവ എന്നൊക്കെ പുതിയ മെറ്റീരിയലൊക്കെ തുടങ്ങുന്നത്. അത് കേരളത്തിൽ അന്ന് ആദ്യം തുടങ്ങിയത് ഞങ്ങളാണ്. മറ്റതൊക്കെ ഞങ്ങൾ വളരെ പിന്നിലാണ്. ധാരാളം ആളുകളുണ്ട് ഞങ്ങൾ തുടങ്ങുമ്പോൾ. ഇത് ഞങ്ങളാണ് ആദ്യമായിട്ട് ആ ടെക്നോളജിയൊക്കെ കേരളത്തിൽ ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ അത് വലിയ നമ്മൾ വളരെ കൃത്യമായിട്ട് ഇതേമാതിരി ആളുകൾക്ക് അവർ തരുന്ന പണത്തിന് നഷ്ടമില്ല എന്നവർക്ക് തോന്നുന്ന തരത്തിലുള്ള നല്ല പ്രോഡക്റ്റാണ് കൊടുത്തത്. അത് അത് പല കൃത്യത ഞങ്ങളെ കുറേ ഇതുണ്ട്. ഞങ്ങൾ ചില കൺസെപ്റ്റ് ഉണ്ട്. അത് വെച്ചിട്ട് വല്ല കൃത്യമായിട്ട് സപ്ലൈ മറ്റു കാര്യങ്ങൾ ഇതെല്ലാം ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നു. അതേമാതിരി തന്നെ ഞങ്ങളത് അന്ന് എന്ത് വില ഇട്ടാലും വിൽക്കാൻ പറ്റും, കോമ്പറ്റീഷൻ ഇല്ല അന്ന്. പക്ഷെ ഞങ്ങൾ അതിനിട്ടില്ല. ഞങ്ങളൊരു മിതമായ ഞങ്ങൾക്ക് ഉള്ള ചെറിയ ലാഭത്തോടു കൂടിയാണ് ഞങ്ങൾ അന്ന് വിറ്റത്. പിന്നെ അത് കഴിഞ്ഞ് അത് ധാരാളം അതൊന്നൊക്കെ അന്ന് അതേ തന്നെ വലിയ ഡിമാൻഡ് തന്നെ വേറെ പിന്നെ ഡൽഹിയിൽ നിന്ന് മറ്റുള്ളതൊക്കെ വരുന്നതാണ്. അതിപ്പോഴും ഒരിക്കലും നമ്മളെ ഈ ക്വാളിറ്റി ഉണ്ടാവില്ല. അന്ന് അവരെങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നുള്ളൂ. അത് നന്നായിട്ട് ആളുകൾ സ്വീകരിച്ചു. നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ആളുകൾക്ക് VKCൻ്റെ ഐറ്റം കുഴപ്പമില്ല, നല്ല സാധനമാണ്. പൊതുവെ എല്ലാവരും അതിനെ അംഗീകരിക്കാൻ പുറപ്പെട്ടു. കഴിഞ്ഞ ശേഷം പിന്നെ കമ്പനികളൊക്കെ വർദ്ധിച്ചു. ഞങ്ങൾ തന്നെ വർദ്ധിക്കാൻ വേണ്ടി സഹായിക്കുന്ന തരത്തിലുള്ള ഞങ്ങളെ കൊണ്ട് കഴിയുന്നതൊക്കെ ഞങ്ങളും ചെയ്തു കൊടുത്തു. അങ്ങനെ എക്സിബിഷനും മറ്റ് പ്രൊഡക്ഷനൊക്കെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നല്ല കമ്പനികൾ ധാരാളം വർദ്ധിച്ചു വന്നു. അപ്പം അങ്ങനെയൊക്കെ വർദ്ധിച്ചു വന്നപ്പോഴും ഞങ്ങളെക്കാളും വില കുറയ്ക്കാൻ ആർക്കും പറ്റിയില്ല. ഈ കമ്പനികളൊക്കെ വർദ്ധിച്ചപ്പോഴും, കാരണം ഞങ്ങളെ വില അങ്ങനെയാണ് ഞങ്ങൾ വില ഇട്ടത്.
ഞങ്ങളൊരു ചാൻസ് ഉള്ളത് കൊണ്ട് ആളുകളെ കൊള്ളയടിച്ചിട്ടില്ല. അങ്ങനെ കൊള്ളയടിക്കണം എന്നുള്ള താല്പര്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് ലാഭം കിട്ടണം. ആ ലാഭം നല്ല ഒരു മിതമായ ലാഭം, ഞങ്ങൾക്ക് ലാഭം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതങ്ങനെയാണ് ഞങ്ങൾ അതിൻ്റെ പിന്നെ കാര്യങ്ങൾ. അങ്ങനെ ഞങ്ങൾ ഓരോ പ്രൊഡക്റ്റ് സപ്ലൈ ഇവിടെ കേരളത്തിലല്ലാതെ പുറത്ത് എവിടേക്കാണ് കൊടുക്കുന്നത്? ഇന്ത്യ മുഴുവനുണ്ട്. ഇന്ത്യ മുഴുവനുണ്ട്. ഞങ്ങളുടെ ഈ പ്രൊഡക്ഷൻ എക്സ്പോർട്ടിംഗ് ഉണ്ട്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. പിന്നെ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലുണ്ട്. പിന്നെ ഈ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ വളരെ കുറവാണ്. അവരുടെ ഐറ്റം ഞങ്ങൾക്ക് കുറവാണ്. കുറേച്ചുണ്ട്. പിന്നെ സിലോണിൽ ഞങ്ങൾ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്. പിന്നെ മറ്റേ ബംഗ്ലാദേശിലുണ്ട്. പിന്നെ ഇവിടെ ഉണ്ട് മറ്റേ ആഫ്രിക്കൻ്റെ ഒരു ആദ്യമൊന്നും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് മാറി. അവിടെ കുഴപ്പമൊക്കെ ആയപ്പോഴാണ് അതൊക്കെ തച്ചുടച്ച ആൾക്കാർ ഇപ്പോൾ അവിടെ തന്നെ വേറെ സ്ഥലത്ത് തുടങ്ങിയത്. അത് നമ്മൾ ഞങ്ങൾ 2-3 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ കേരളത്തിൽ നിന്ന് പുറത്ത് ഇങ്ങനെ അത് അവിടുന്ന് ആളുകൾ ഇങ്ങോട്ട് ചോദ്യമായിട്ട് വരാൻ പുറപ്പെട്ടു. തമിഴ്നാട്ടിലാണ് ഏറ്റവും ആദ്യം വന്നത്. പിന്നെ മൈസൂർ, കർണാടക. ഇപ്പം തമിഴ്നാട്ടിൽ ഞങ്ങൾ ഫാക്ടറി ഉണ്ട്, കർണാടകയിൽ ഫാക്ടറി ഉണ്ട്, പിന്നെ ആന്ധ്ര ഉണ്ട്, ഗുജറാത്തിലുണ്ട്, പിന്നെ ഈ ഡൽഹിയിലുണ്ട്. ഇങ്ങനെ ഞങ്ങൾ കുറേ യൂണിറ്റുകൾ പുറത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാണ് അത് ട്രാൻസ്പോർട്ടിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. എക്സ്പോർട്ടിങ് ഇപ്പം ഗൾഫ് രാജ്യങ്ങളിൽ എല്ലായിടത്തും ഉണ്ട്. പിന്നെ സിംഗപ്പൂർ, മലേഷ്യ, അതുപോലത്തെ സ്ഥലങ്ങളിലുണ്ട്. അതൊക്കെ ഞങ്ങൾ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ സിംഗപ്പൂർ, മലേഷ്യ, സിലോണിലൊക്കെ ഞങ്ങൾ സാധനങ്ങൾ ആളുകൾ വിറ്റുകൊണ്ടിരുന്നു. മദ്രാസിൽ നിന്നെല്ലാം കൊണ്ടുപോയിട്ട്. കാരണം നമ്മുടെ തമിഴന്മാരുള്ള ആളുകൾ സ്ഥലത്തല്ലോ ഇത്. അല്ല, ഞാൻ ഈ തുടങ്ങുന്ന കാലത്ത് ഞാനാണ് തുടങ്ങിയത്. ഇത് 2 പ്രദേശമുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ 2 മക്കൾ ഇതിനോട് ജോയിൻ ചെയ്തു. അവരെ വിദ്യാഭ്യാസം ഒക്കെ കഴിഞ്ഞിട്ട് അവർ വന്നപ്പോഴാണ് ഇതിനെ പിന്നെ ഈ വലിയ പുതിയ ടെക്നോളജിയും പുതിയ പിന്നെ അതിൻ്റെ എല്ലാ മാറ്റങ്ങൾ വന്നു. ഏറ്റവും പുതിയ ഇപ്പം നമ്മൾ രാജ്യത്തുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസൃതമായിട്ട് നമ്മൾ മാറാൻ പുറപ്പെട്ടത്. കാരണം അവർ പിന്നെ നമ്മൾ ഈ പഴയ ടെക്നോളജി അല്ലേ, അവർ വന്ന് പുതിയ ടെക്നോളജിയൊക്കെ തുടങ്ങിയപ്പോൾ നന്നായിട്ട് കാര്യങ്ങൾ മാറ്റം വരുത്തി. നമ്മൾ ഇന്ത്യയിൽ തന്നെ ഒരു ഏത് കമ്പനി കഴിയുന്ന തരത്തിലുള്ള പുതിയ സാങ്കേതിക വിദ്യ, പുതിയ പിന്നെ ഈ പ്രവർത്തന രീതി ഒക്കെ ആവിഷ്കരിച്ചിട്ട് ഞങ്ങൾ തുടങ്ങി. പിന്നെ അത് മാത്രമല്ല ഞങ്ങളെ മക്കൾ മാത്രമല്ല, ഞങ്ങൾ വേറെ കുറേ പിന്നെ ഇതേമാതിരി വൈദഗ്ധ്യമുള്ള കുറേ ആളുകൾ ഞങ്ങളെ കൂടെ ജോയിൻ ചെയ്തു. നമ്മളിപ്പോൾ കേരളത്തിൽ ഫുട്വെയർ പിന്നെ പറ്റി പറയുമ്പോൾ കേരളം ഒരു ഫുട്വെയറിൻ്റെ ഏരിയ ആയിട്ട് മാറി. അത് പ്രധാനമായിട്ടും ഫറോക്ക് മേഖലയാണ്. ഈ ഫറോക്ക് മേഖലയിൽ നേരത്തെ തന്നെ ഒരു ഇൻഡസ്ട്രിയൽ ബെൽറ്റാണ് കോഴിക്കോടിൻ്റെ. ഇൻഡസ്ട്രിയൽ ബെൽറ്റ് ഫറോക്കാണ്. അന്നുള്ള വ്യവസായങ്ങളൊക്കെ മാറി. അന്ന് പിന്നെ ഈ സായിമാരെ ഓട്ട് കമ്പനി ആയിരുന്നു ആദ്യം. അതിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഓട്ട് കമ്പനി വളർന്നു വന്നു. പിന്നെ ഇഷ്ടിക, പിന്നെ പ്ലൈവുഡ്, പിന്നെ ഈ തീപ്പെട്ടി, ഇതൊക്കെ ഇപ്പം മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റോ മെറ്റീരിയൽ കിട്ടാത്തത് ഇപ്പം ടൈലൊക്കെ ഈ കളിമണ്ണിൻ്റെ പ്രശ്നം കൊണ്ട് അതൊക്കെ ഇങ്ങനെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും കാര്യമായിട്ട് ഇപ്പോൾ ഞങ്ങൾ ആ ഭാഗത്തൊക്കെ ഫുട്വെയർ തന്നെയാണ്. ഫുട്വെയറാണ് അവിടുത്തെ ഒരു മേഖല. അപ്പോൾ ഫുട്വെയറിൽ ഈ അന്യ സംസ്ഥാന തൊഴിലാളികളാണെങ്കിലും നമ്മുടെ നാട്ടിൽ അവിടെ അവരുടെ കച്ചവടം, പിന്നെ അവർക്ക് വാടക കൊടുക്കൽ, ഇത് ഗുണം പിന്നെ അവരുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് നാട്ടിൽ അതൊരു ജോലിയാകുന്നുണ്ട്. അപ്പോൾ ഈ ഫോണ് ചാർജ് ചെയ്ത് കൊടുക്കുന്നതായിട്ട് തന്നെ എത്രയോ ആളുകൾ പിന്നെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവർ വന്നതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് പിന്നെ തൊഴിലവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പം നമുക്കിപ്പോൾ പിന്നെ ഇവിടെ നമ്മളിപ്പോൾ പുറത്തുനിന്നാണ് പല മെഷീനറിയൊക്കെ നമ്മൾ പുറത്തുനിന്നാണ് വാങ്ങുന്നത്. അപ്പോൾ ഇന്ത്യയിൽ അതൊന്നും വളർന്നു വന്നിട്ടില്ല. നമുക്കിതിനാവശ്യമായിട്ടുള്ള മെഷീനറികളൊക്കെ ഇപ്പോഴും ഞങ്ങൾ ആദ്യം ഇറ്റലി ആയിരുന്നു. തുടക്കകാലത്തൊക്കെ ഇറ്റലിയിൽ നിന്നാണ് കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ ഇറ്റലിയിലുള്ള വ്യവസായികളൊക്കെ
അവിടെ നിന്ന് മറ്റ് ഈ ലേബർ ചാർജ് കുറഞ്ഞ സ്ഥലത്തേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുന്നു. അത് തൈവാനായിരുന്നു കുറേ കാലം. അത് കഴിഞ്ഞ് പിന്നെ ചൈനയായി. ചൈനയിൽ നിന്നും ഇപ്പം പിന്നെ ഇറാനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അത് ഇന്ത്യയിലേക്ക് ഇപ്പോൾ അത് ഇപ്പോഴും ആ തരത്തിലുള്ള വളർച്ച ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല. മിഷനറികൾ ഉണ്ടാക്കുക എന്നുള്ള അതാണ്. അപ്പോൾ അത് നമ്മൾ അതുകൂടി ഇനി പിന്നെ അതേപോലെ ഇപ്പോൾ ഈ ഫുട്വെയറിൽ തന്നെ വലിയ ദിവസം പിന്നെ ടെക്നോളജി മാറി വന്നുകൊണ്ടിരിക്കുക. ദിവസം എന്ന് പറഞ്ഞ മാതിരി മാസങ്ങളൊന്നും വേണ്ടായിരുന്നു, ഓരോ ദിവസം മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ മേഖലയിൽ ഇപ്പോൾ അപ്ഡേഷൻ നമുക്ക് ഉണ്ട്. ഉണ്ട്. പക്ഷെ ഇന്ത്യയിൽ ഇനി ഒരുപാട് സാധ്യത ഉണ്ട് ഫുട്വെയറിന് ഇപ്പോൾ അതിന് കാരണം ഇന്ത്യയിൽ നമുക്ക് ആവശ്യമുള്ള ഫുട്വെയർ നമ്മൾ ഉണ്ടാക്കുന്നില്ല. നമുക്ക് ഇന്ത്യയിൽ ആവശ്യമുള്ളത് ഇപ്പോഴും കുറേ പുറത്തുനിന്ന് വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് ചൈനയാണ്. ചൈന. അപ്പോൾ അതിൻ്റെ അവിടേക്കൊന്നും എത്താൻ നമുക്ക് സാധിച്ചില്ല. ഉടനെ അവിടേക്ക് എത്താൻ ചാൻസ് ഉണ്ടോ? അല്ല, എത്തണമെങ്കിൽ നമ്മൾ ആൾക്കാർ കുറച്ചുകൂടി സപ്പോർട്ടൊക്കെ എല്ലാ ഭാഗത്തു നിന്ന് കിട്ടുകയാണെങ്കിൽ, ഗവൺമെൻറ് ഭാഗത്തു നിന്ന് കിട്ടുകയാണെങ്കിൽ കുറേ ആളുകളെ കൂടി എന്താണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത്? സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പം പിന്നെ ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഈ ഫറോക്ക് മേഖല ഇത്രയും വ്യവസായം വന്നല്ലോ, അതിന് പ്രത്യേകിച്ച് ഗവൺമെൻറ് ഒന്നും ചെയ്തതല്ല അത് പിന്നെ നമ്മൾ പറഞ്ഞ മാതിരി ഇത് ഞങ്ങൾ ഇവിടെ നേരത്തെ വ്യവസായം ഉണ്ടായി. പിന്നെ ഞങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ അത് ലാഭകരമായി നടക്കുന്നെന്ന് മനസ്സിലായപ്പോൾ ആളുകൾ തുടങ്ങി വളർന്നതാണ്. അപ്പോൾ അത് വളർത്താൻ ആവശ്യമായ ഒരു സൗകര്യം കൂടി ചെയ്താൽ, ഇപ്പോൾ പിന്നെ ഈ ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് നമ്മളെ ഉദയൻ നമ്മളെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് വരുന്നേനു കിനാലൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് വന്ന സമയത്ത് അവിടെ പിന്നെ നേരത്തെ അതൊരു പിന്നെ വൻകിട ഇടത്തരം വ്യവസായങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയായിരുന്നു. പക്ഷെ അവർ വൻകിട ആൾക്കാർ വന്നപ്പോൾ അവർക്ക് ആവശ്യമായ റോഡില്ലാത്തതുകൊണ്ട് അവർ തിരിച്ചു പോയി, എവിടെ ഒന്നുമില്ല. പിന്നെ അതങ്ങനെ വെറുതെ കിടക്കുകയായിരുന്നു. പിന്നെ നമ്മൾ കഴിഞ്ഞ ഈ വി എസ് ഗവൺമെൻറ് കാലത്ത് എളമരം കരീം പിന്നെ വ്യവസായ മന്ത്രിയായപ്പോൾ അയാളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അയാളങ്ങനെ ഒരു ഫുട്വെയർ പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു 75 ഏക്കർ സ്ഥലം അതിനുവേണ്ടി മാറ്റി. അപ്പോൾ അവിടെ ഇപ്പം അത് കംപ്ലീറ്റ് ഫുട്വെയറാണ് ഇപ്പം. അപ്പോൾ ആ ഫുട്വെയർ വ്യവസായം അവിടെ വേറെ കുറച്ച് വ്യവസായമൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിലും ഫുട്വെയർ വ്യവസായമാണ്. അപ്പോൾ അതേപോലെ വ്യവസായം തുടങ്ങാൻ വേണ്ടി ഗവൺമെൻറ് ആവശ്യമായ കുറേ കൂടി സൗകര്യങ്ങൾ ഇപ്പം കുറേ ഗവൺമെൻറ് ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അന്നതൊന്നുമില്ല. ഇപ്പോൾ ആ സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആൾക്ക് പിന്നെ ഈ സ്ഥലം, സൗകര്യപ്രദമായുള്ള സ്ഥലം, ഇലക്ട്രിസിറ്റി, മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഇപ്പം ഗവൺമെൻറ് കുറേ ഇപ്പം 10 ഏക്കർ വരേണ്ട സ്വകാര്യ ഇൻഡസ്ട്രിയൽ തുടങ്ങാൻ ഗവൺമെൻറ് അതിന് സബ്സിഡി കൊടുക്കുന്നുണ്ട്. 3 കോടി വരെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ കുറേ അധികം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ഇങ്ങനെ വളർന്നു വന്നാൽ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറേ ആവും. പിന്നെ ഈ ഇപ്പം തമിഴ്നാട്ടിലൊക്കെ ഇപ്പം പിന്നെ പുറത്തുനിന്നുള്ള കമ്പനികൾ വരുന്നുണ്ട്. പുറത്തുനിന്നുള്ള കമ്പനി വന്നു കഴിഞ്ഞാൽ നല്ല പ്രൊഡക്ഷൻ നല്ല ഇതായിട്ട് നടക്കും. തമിഴ്നാട്ടിൽ കുറേ കമ്പനികളൊക്കെ വന്നിട്ടുണ്ട്. വലിയ വളർച്ച സാധ്യതയുള്ള ഒരു വ്യവസായമാണ്. ധാരാളം സാധ്യതകളുണ്ട്. കാരണം ആളുകൾ പണ്ട് ചെരുപ്പിടാത്ത ആളുകളെ കൂടുതലും ഇപ്പം പിന്നെ ഒരു ചെരുപ്പ് വാങ്ങുന്ന ആൾക്കാരായിരുന്നു. ഇപ്പോൾ ഒരു ചെരുപ്പല്ല, ഇപ്പം പല ചെരുപ്പും വാങ്ങി വെക്കും. ഒരു വീട്ടിൽ തന്നെ ഒരാൾക്ക് ഒരു 3 ചെരുപ്പോ 4 ചെരുപ്പോ ഉണ്ടാവും. അങ്ങനെ മാറി. അപ്പം അതുകൊണ്ട് ഇത് വലിയ സാധ്യതയുള്ള വ്യവസായമാണ്. അപ്പോൾ അത് കണ്ടുകൊണ്ട് ആ വ്യവസായത്തെ സഹായിക്കാൻ വേണ്ടി ഗവൺമെൻറ് കൂടി ശ്രദ്ധിച്ചാൽ നമുക്ക് ധാരാളം പിന്നെ ഈ തൊഴിലും സൗകര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അതിനെല്ലാം ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റും അതേപോലെ സംസ്ഥാന ഗവൺമെൻറ്റുകളും ഒക്കെ അതിനുവേണ്ടി കാര്യമായിട്ടുള്ള ഇടപെടൽ എന്താണ് ഈ വ്യവസായത്തിന് വേണ്ടതെന്ന് വ്യവസായികളെ വിളിച്ച് ചോദിച്ചിട്ട് അവരോടും കൂടി പഠിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി തയ്യാറാവണം. ഇപ്പം തന്നെ ഒരു ബി എസ് എന്ന് പറഞ്ഞിട്ട് ഒരു നിയമം കർശനമാക്കുന്നുണ്ട്. അതായത് IAS മാർക്ക് എന്നുള്ള അതേമാതിരി. അപ്പോൾ BS വന്നപ്പോൾ ചെറിയ ആൾക്കാരൊക്കെ പൂട്ടി പോകേണ്ടതായിരുന്നു. പിന്നെ നമ്മൾ വലിയ ഇടപെടലൊക്കെ നടത്തിയിട്ട് ഗവൺമെൻറ് കൊണ്ടൊന്ന് അതിലൊന്ന് കുറച്ചൊന്ന് പിന്നെ എൻ്റെ ഇനിഷ്യലി V ആണ്. ഞങ്ങൾ പിന്നെ ഈ തീപ്പെട്ടി ചെയ്തു പറഞ്ഞല്ലോ, തീപ്പെട്ടീൻ്റെ ഈ സ്പ്രിൻസിൻ്റെ വിനേഴ്സ് ഉണ്ടാക്കിയിട്ട് തീപ്പെട്ടി ഫൈനൽ പ്രോഡക്റ്റ് അല്ല, അതിൻ്റെ അവർക്ക് തീപ്പെട്ടി ഉണ്ടാക്കുന്നവർക്കുള്ള റോ മെറ്റീരിയൽ അതിൻ്റെ പെട്ടിയും കൂടും ഉണ്ടാക്കി കൊടുക്കും. മരുന്നൊക്കെ ചെയ്യും. തമിഴ്നാട്, ശിവകാശി, ഉൽപ്പെട്ടി പോകുന്ന സ്ഥലങ്ങളിലാണ് ചെയ്യുക. അപ്പോൾ അത് ഉണ്ടാക്കി കൊടുക്കുക. ഞങ്ങൾ ആ കമ്പനി ആരംഭിക്കുമ്പോൾ ഞങ്ങൾ 3 ആളുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങളിങ്ങനെ 3 ആൾ തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചപ്പം നമ്മൾ പേരിടുന്നതിനെ പറ്റി ഇങ്ങനെ ചർച്ച വന്നപ്പം 3 ഇനിഷ്യൽ എടുത്തിട്ട് പേരുണ്ടാക്കിയതാണ്.
ഈ 3 ഇനിഷ്യൽ, അതായത് മൂന്നാളെ വി ഒരാളത്, കെ ഒരാളത്, സി ഒരാളത്. എന്താണ് പേരെന്താണ് പേര് വി മുഹമ്മദ് കോയ എൻ്റെത്. മറ്റേ ഒരാളത് കെ സൈതലവി, ഒരാളത് സി സൈതാലിക്കുട്ടി. 3 പേരാണ്. അപ്പോൾ 3 പേരായിട്ട് തുടങ്ങിയത്. ആ 3 പേരായിട്ട് തുടങ്ങിയപ്പോൾ ഒരാൾ സൈതാലിക്കുട്ടി നമ്മൾ പ്രൊഡക്ഷൻ ആകുന്നതിന് മുമ്പ് തന്നെ അയാൾ പറഞ്ഞു എനിക്ക് പറ്റില്ല, എനിക്ക് ഇൻഡസ്ട്രി ചെയ്യാൻ കഴിയാതെ അദ്ദേഹം എന്ന് വിരമിച്ചു. പിന്നെ കെയും ബിയും ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ ഈ കെ നമുക്കൊരു എനിക്ക് അവിടെ വേണ്ടത്ര ശ്രദ്ധിക്കാൻ കഴിയാത്തതുകൊണ്ട് ഒരു ചെറിയൊരു പിന്നെ അസ്വസ്ഥത വന്നപ്പം നമ്മളെന്നാൽ വേറാക്കാന്ന് പറഞ്ഞു. വേറാക്കാന്ന് പറഞ്ഞപ്പോൾ അവിടെ തന്നെ അയാൾ കെ വേറൊരു കെ അയാളാണ് പിരിയുന്നത്. ആർക്ക് വേണം പിരിയാം. അപ്പോൾ അയാൾക്ക് ഇപ്പോൾ അന്നത്തെ സൗകര്യം അനുസരിച്ച് അയാൾ പിരിഞ്ഞോളാം എന്ന് പറഞ്ഞാൽ അയാൾക്ക് അതൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു. പേരിനെ പറ്റി പിന്നെ ചർച്ച വന്നപ്പോൾ പിന്നെ ഒരു പേര് പിന്നെ ആർക്കും എടുക്കാൻ എന്നൊരു വില നിശ്ചയിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എത്ര വില നിശ്ചയിക്കാൻ പോകും? അവനൊരു 10,000 റുപ്യ നിശ്ചയിക്കാറിഞ്ഞു. ഒന്നായി എടുത്തു പറഞ്ഞു 10,000 റുപ്യ കിട്ടില്ലേ. അപ്പോൾ ഞാൻ 10,000 റുപ്യ കൊടുത്തിട്ട് അതിൽ അധികം കൊടുത്തിട്ട് ഞാനത് എടുത്തു. അങ്ങനെ ആ പേര് പിന്നെ ഞാനാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ റബ്ബറിലേക്ക് വന്നപ്പോഴും ആ പേര് തന്നെ. അന്ന് VKC വുഡ് ഇൻഡസ്ട്രി കാലത്ത് VKC മാച്ച് ആൻഡ് പ്ലൈവുഡ് ഇൻഡസ്ട്രീൻ്റെ ആയിരുന്നു. അത് മാച്ച് ആൻഡ് പ്ലൈവുഡ് മാറ്റിയിട്ട് റബ്ബർ എന്നാക്കി, റബ്ബർ ഇൻഡസ്ട്രീസ് മാറ്റി. അപ്പം അത് പിന്നെ അത് ഫേമസ് ആയിരുന്നു. പിന്നെ എൻ്റെ VKC എന്നറിയാം. പിന്നെ കോഴിക്കോട് ജില്ലാ കൗൺസിലിൽ മത്സരിക്കേണ്ടി വന്നപ്പം പിന്നെ നമ്മൾ മത്സരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ പേര് കൊടുത്തപ്പോൾ ആൾക്കാർ ഇങ്ങനെ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ആരും അറിയില്ലല്ലോ. അപ്പോൾ എന്താ ചെയ്യുക? VKC എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ. അപ്പോൾ എന്താ ചെയ്യാന്ന് നോക്കി. അപ്പോൾ നമ്മൾ പിന്നെ ഇവരെടുത്ത് കളക്ടറെടുത്ത് പറഞ്ഞ് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഈ പേര് കൂടി ചേർത്താൻ വേണ്ടി അനുവാദം തന്നെ ലെറ്റർ കൊടുത്തു. അതേക്കോട്ടെ കുഴപ്പമില്ല അറിഞ്ഞ്. അങ്ങനെ മുഹമ്മദ് കോയ VKC എന്നാക്കി. അങ്ങനെ കുറേ കാലം അത് ഓടിയപ്പോൾ പിന്നെ അത് പിന്നെ പല റെക്കോർഡിലും പല പഴയതൊന്നും പുതിയൊന്നും. അപ്പോൾ അങ്ങനെ ഒന്ന് പിന്നെ അത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്തിട്ട് അത് രജിസ്റ്റേർഡ് ആക്കി. അങ്ങനെയാണ് ഈ VKC മുഹമ്മദ് കോയ ആയത്. ബിസിനസ്സിനിടെ ഞങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞങ്ങൾ ഈ കച്ചവടം ചെയ്യുന്ന കൂടുതൽ ഞങ്ങൾ ആശുപത്രികൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, സ്കൂളുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മറ്റുള്ള പിന്നെ സൗജന്യമായിട്ട്. പിന്നെ അതേപോലെ ഇപ്പോൾ നമ്മൾ ഈ കൊറോണ വന്ന കാലത്ത് ഈ തെരുവുകളിൽ കഴിയുന്ന ആളുകൾക്ക് സങ്കേതങ്ങൾ ഉണ്ടാക്കി കോഴിക്കോട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വലിയ സംഭാവന ചെയ്തിട്ടുണ്ട്. അവിടെ അവർക്ക് ഷെൽട്ടർ ഉണ്ടാക്കാൻ വേണ്ടി കളക്ടറുടെ നേതൃത്വത്തിൽ. പിന്നെ ഞങ്ങൾ ഈ കുട്ടികൾക്ക് സ്കൂളുകൾ, LP സ്കൂളുകൾ, അതിൽ കുട്ടികൾക്ക് രാവിലെ ഫുഡ് കൊടുക്കുന്ന പരിപാടി ഞങ്ങളാണ് തുടങ്ങിയത്. അത് ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ സ്കൂൾ മാത്രമല്ല, ഏകദേശം ഒരു 10-15 സ്കൂളിന് ഞങ്ങൾ രാവിലെ കുട്ടികൾ സ്കൂളിൽ വന്നാൽ മതി, അവർക്ക് ഭക്ഷണം കൊടുക്കും. ഭക്ഷണം കൊടുക്കുന്ന ഏർപ്പാട് തുടങ്ങിയിരുന്നു. പിന്നെ അതേപോലെ ഞങ്ങൾ പറ്റുന്ന ഇപ്പോൾ അവസാനമായിട്ട് നല്ലോണം പ്രൈമറി ഹെൽത്ത് സെൻ്ററുടെ അത് കുടുംബാരോഗ്യ കേന്ദ്രമാക്കിയപ്പോൾ അതിന് കെട്ടിടമില്ലായിരുന്നു. അത് നമ്മളൊരു 1.5 കോടി റുപ്യ മുടങ്ങിയിട്ട് ഇവിടെ നല്ലൊരു ആശുപത്രി ഉണ്ടാക്കി കൊടുത്തു. എന്ന് പറഞ്ഞാൽ അതൊരു പിന്നെ ഇപ്പോൾ കേരളത്തിൽ വ്യവസായം ബുദ്ധിമുട്ടാണെന്ന് ആൾ പറയുന്നുണ്ടെങ്കിലും നമുക്കങ്ങനെ അങ്ങനെ പറയത്തക്കൊരു ബുദ്ധിമുട്ടായില്ല. ചില ഈ തൊഴിൽ പ്രശ്നങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സംസാരിച്ചിട്ട് തീർക്കും. അപ്പം അതിൽ പിന്നെ അവർക്ക് നല്ല ആവശ്യമായ പിന്നെ ഞാനൊരു പാർട്ടി പ്രവർത്തനമൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇപ്പോൾ അവരെ അംഗീകരിക്കുന്നതിനോ അവരോട് സംസാരിക്കുന്നതിനോ അവർ പറയുന്ന കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നതിനോ നമുക്കൊന്നും വിഷമമില്ല. ഇപ്പോൾ കാര്യത്തിൽ ചിലടത്ത് ഈഗോ വർക്കൗട്ട് ചെയ്യുമ്പോഴാണല്ലോ അത് വരിക. അപ്പം ഞങ്ങൾക്കതില്ലാത്തത് കൊണ്ട് ഞങ്ങളൊരു സാധാരണ എപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രശ്നങ്ങളില്ല. പിന്നെ ഇപ്പോഴും ഈ തൊഴിൽ മേഖലയിൽ അങ്ങനെ പഴയ നിലയില്ല. ഇപ്പം നല്ല പിന്നെ ആളുകൾ ഒക്കെ ഇപ്പം ഞങ്ങളുടെ അടുത്ത് നിന്ന് വിട്ടുപോകുന്നതിലാണ് ഞങ്ങൾക്ക് വിഷമം. കാരണം ആളുകൾ കൂടുതൽ എവിടെ കിട്ടുക നോക്കിയിട്ട് പോയിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞാൽ ഇപ്പോൾ തമിഴന്മാർ പോയി. മുമ്പ് തമിഴന്മാരായിരുന്നു, ഇപ്പം തമിഴന്മാരില്ല. ഇപ്പം പിന്നെ ബീഹാർ ഒക്കെ ഇപ്പം പിന്നെ ഈ ഗവൺമെൻറ് BJP ഗവൺമെൻറ്
അവർക്ക് കണ്ടമാനം ഫണ്ട് കൊടുത്തല്ലോ. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യണ്ടേ. അപ്പോൾ അതുകൊണ്ട് ആ നാട്ടിലുള്ള ആളുകൾ കുടയുന്നുണ്ട്. ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇപ്പോൾ അവരെയും കിട്ടാതാവും. കുറച്ചുകൂടി അവിടെ തൊഴിലൊക്കെ ആയി കഴിഞ്ഞാൽ നാട്ടിൽ അവിടെ തന്നെ കൂടും ആൾക്കാർ. അത് വരാൻ പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് വേറെ ആലോചിക്കണം. ഈ നമുക്ക് ഓഫീസ് മറ്റു കാര്യങ്ങൾ അതിനൊക്കെ ഇഷ്ടം പോണ ആളാണ്. അതിപ്പോൾ പിന്നെ ഈ എഞ്ചിനീയറിങ് കഴിഞ്ഞ ആൾ പിന്നെ 10,000 രൂപ കിട്ടിയാലും മതി എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അതേസമയത്ത് നമുക്ക് അകത്ത് ഒരു ഹെൽപ്പറെ പണിയെടുക്കുന്നതിന് അത് കൊടുത്താൽ സംഭവിക്കില്ല. അവനതിനേക്കാളും കൂടുതൽ കൊടുത്തെങ്കിലേ വരുള്ളൂ. അപ്പോൾ അതിന് ധാരാളം ഓഫീസ് വർക്കിനൊക്കെ ഇഷ്ടം പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇന്ത്യയിൽ എവിടെ നോക്കിയാലും ഞങ്ങളെ ഓഫീസുകളൊക്കെ അധികം കൈകാര്യം ചെയ്യുന്നത് മലയാളികൾ തന്നെ. ഓഫീസുകൾ മറ്റുള്ള പിന്നെ വർക്കിനാണ് മലയാളികൾ കുറവ്. മലയാളികൾക്ക് അത്ര താല്പര്യമില്ല. എന്താണ് ഈ ഇന്ത്യ VKC സീറോ ഫുഡ് മാർക്സ് എന്നാണ്? അത് നമ്മൾ ആദ്യമായിട്ട് ഇന്നലെയാണ് അത് ലോഞ്ച് ചെയ്തത്. അതിപ്പോൾ നമ്മളെ ഒരു ഈ മലിനീകരണം നാട്ടിൽ വലിയൊരു വിഷയമായിട്ട് വരികയാണ്. അപ്പം എല്ലാം ഇപ്പം ചെരുപ്പ് ഇടാത്ത ആളുകളില്ല. എല്ലാ ആളുകളും കോടിക്കണക്കിൽ ചെരുപ്പുകൾ ഒരു ദിവസം വലിച്ചെറിയുന്നുണ്ട്. കാരണം നമ്മൾ 140 കോടി ജനങ്ങളുണ്ട് ഇന്ത്യ രാജ്യത്ത്. അതിന് മഹാഭൂരിപക്ഷം ആൾക്കാരും ചെരുപ്പിടുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ചെരുപ്പിടുന്ന ആളുകളൊക്കെ ഇത് പിന്നെ ഒഴിവാക്കുന്നവർ അവരൊരു ശാസ്ത്രീയമായിട്ട് ഇത് പ്രോസസ്സ് ചെയ്യുന്ന പരിപാടി എവിടെയും തുടങ്ങിയായിട്ട് അറിയില്ല. എല്ലാം അവർ വെളി കളിയാണ്. പിന്നെ അത് കോർപ്പറേഷനോ മറ്റാളുകളൊക്കെ പോയിട്ട് അത് ഒഴിവാക്കുന്ന ഒരു നിലയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ അതൊരു വലിയ വിഷയമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന് ഒരു പുതിയ മാർഗങ്ങൾ കണ്ടുപിടിച്ചേ പറ്റൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു പിന്നെ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നവർ തന്നെ അതിൻ്റെ വേസ്റ്റ് അതിൻ്റെ ഉപയോഗം കഴിയുമ്പം അവർ തിരിച്ചെടുക്കണം. അത് പിന്നെ അത് ഡിസ്പോസ് ചെയ്യുന്ന ബാധ്യത അവർക്കാവണം എന്നുള്ള ഒരു കൺസെപ്റ്റ് വളർന്നു വരുന്നുണ്ട്. അത് പിന്നെ വളർന്നു വരുമ്പം അതിന് കൂടി ഒരു പ്രചോദനമാവുന്ന തരത്തിലാണ് ഞങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്ന ചെരുപ്പ് അത് അതിൻ്റെ ഉപയോഗം കഴിയുമ്പോൾ അത് തിരിച്ചെടുത്ത് അതിനെ സംസ്കരിക്കണം എന്നുള്ളതാണ്. അതായത് റീപ്രോസസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന അത് റീപ്രോസസ് ചെയ്ത് ഉപയോഗിക്കുക, അല്ലാത്തത് ശാസ്ത്രീയമായിട്ട് സംസ്കരിക്കുക. കാരണം അത് പിന്നെ ഭൂമിക്കും വെള്ളത്തിനും ഒന്നും ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ ഉള്ള സംസ്കരണം. അതിനിപ്പോൾ പിന്നെ ഈ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ശുചിത്വ മിഷൻ അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശവും മറ്റുള്ള സപ്പോർട്ടും അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഇപ്പം ഈ സിമെൻറ്റ് ഫാക്ടറിയിലൊക്കെ പിന്നെ ഇത് അവരുടെ ബോയിലറിൽ ഇത് കത്തിക്കുന്ന സംവിധാനമുണ്ട്. അതേമാതിരിയുള്ള ഏതെങ്കിലും സംവിധാനം ഉപയോഗിച്ചിട്ട് ആളുകൾക്ക് നാട്ടിനും ഉപദ്രവമില്ലാത്ത തരത്തിൽ അതിനെ സംസ്കരിക്കുക എന്നുള്ളതാണ്. അത് ഏത് എന്നുള്ളത് ഇപ്പം പിന്നെ ശുചിത്വ മിഷൻ്റെയും കൂടി ഒരു സപ്പോർട്ടോട് കൂടിയാണ് അത് ചെയ്യുക. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതെന്ന് വെച്ചാൽ അതൊരു പിന്നെ നമ്മളെ മാത്രം കാര്യമല്ല, അത് നമ്മുടെ രാജ്യത്ത് ഉണ്ടാവേണ്ട വളർന്നു വരേണ്ട ഒരു വിഷയമാണ്. അപ്പം അതിനൊരു മാതൃക സൃഷ്ടിക്കുക എന്നുള്ളതും കൂടിയാണ് പിന്നെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പം നമ്മുടെ ഒരു ബിസിനസ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു പൊതുവെ കുറച്ച് മറ്റ് പൊതുപ്രവർത്തകരും ഒക്കെ ആയിട്ട് അതുമായിട്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. അപ്പം അതിൽ ഇപ്പം നമുക്ക് ഇങ്ങനൊരു കാര്യങ്ങൾ ചെയ്താൽ അത് പിന്നെ നമ്മുടെ നാട്ടിനും ജനങ്ങൾക്കും ഒക്കെ അത് ഒരു പ്രയോജനകരമാവും ഭാവിയിലേക്ക് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്തത്. എങ്ങനെയാണ് ഈ നമ്മൾ ഈ ചെരുപ്പ് റീസൈക്ലിംഗ് ചെയ്യുന്നത്? എങ്ങനെയാണ് റീറ്റെയിൽ ഷോപ്പ് വഴി ആണോ അതോ പബ്ലിക്കിനെ നേരിട്ടാണോ? അല്ല, നമ്മളിപ്പോൾ പിന്നെ ഷോപ്പ് നമ്മൾ ഈ ഫുട്വെയർ വിൽപ്പനക്കാരുണ്ട്. അപ്പോൾ ഫുട്വെയർ ഷോപ്പുകാരെ സപ്പോർട്ടാണ് ഇതിന് ആവശ്യം. കാരണം ആളുകൾ കൊണ്ടുപോയി കൊടുത്താൽ അത് വാങ്ങി വെക്കണ്ടേ. അപ്പം അത് കൊണ്ടുപോയി കൊടുത്താൽ ഷോപ്പുകാർ വാങ്ങി വെച്ചാൽ അവിടെ നിന്ന് പിന്നെ അവർക്ക് പിന്നെ ഞങ്ങളത് വെക്കാനുള്ള ഒരു സൗകര്യം ചെയ്ത് കൊടുക്കും. ഒരു പിന്നെ ബാഗ് അതിന് കൊടുക്കും. അപ്പോൾ ആ ബാഗിൽ അവരിട്ട് വെക്കുക. അപ്പോൾ അത് നിറയുമ്പം ഞങ്ങൾ സംവിധാനം ഉപയോഗിച്ചിട്ട് എടുത്തു മാറ്റും. അതാണ് ഒന്ന് ഉദ്ദേശിക്കുന്നത്.
അത് ഇപ്പം ഇപ്പോൾ തുടക്കത്തിൽ ഞങ്ങളത് മാത്രമേ എടുക്കുക എന്നുള്ള ഉദ്ദേശിച്ചത്. അപ്പോൾ എടുക്കുമ്പോൾ ഞങ്ങൾ എടുക്കുന്നതിന് മാനദണ്ഡം വെച്ചിട്ടുണ്ട്. മറ്റു ആൾക്കാരെല്ലാം കൂടി ഇത് കൊണ്ടുപോയി ഡംപ് ചെയ്താൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പം ഞങ്ങളെ ഒരു ചെരുപ്പ് വാങ്ങുമ്പോൾ അവർ ഒഴിവാക്കുന്ന ഒരു ചെരുപ്പ് തിരിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് കൈകാര്യം ചെയ്യുന്ന വ്യാപാരി അയാൾക്ക് കുറച്ച് പണിയുണ്ട്, എടുത്തുവെക്കാനും മറ്റൊക്കെ പണിയുണ്ടല്ലോ. ഇത് ചാക്കിൽ അവർ ചാക്കിൽ നിക്ഷേപിക്കും. അപ്പം അത് അത് സൂക്ഷിക്കുന്ന പണിയും അത് കൊടുക്കുന്ന പണിയും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണമല്ലോ. അപ്പോൾ അവിടെ ഇത് വാങ്ങുന്ന ആൾക്ക് അവർ വാങ്ങുന്ന പുതിയത് വാങ്ങുമ്പോൾ അവർക്കൊരു 10% വരെ അവർക്കൊരു ഡിസ്കൗണ്ട് കൊടുക്കും. പിന്നെ ഇപ്പോൾ ഇത് ചെയ്യുന്ന വ്യാപാരിക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് ഇപ്പം ഫൈനലാക്കിയില്ല. അവർക്കും എന്തെങ്കിലും നമ്മളൊരു സപ്പോർട്ട് കൊടുക്കേണ്ടി വരും, കാരണം അത്രയും. അപ്പോൾ അത് ഇപ്പോഴും ഞങ്ങൾ അതിന് വേറെ ചാർജൊന്നും ചെയ്യുന്നില്ല. ഞങ്ങളെ തന്നെ പ്രോഫിറ്റിൻ്റെ അകത്ത് അത് ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്, വേറെ പുതിയ ചാർജ് ചെയ്യാതെ. ഈ ഒരു സാമൂഹ്യ ജീവിതത്തിന്റെ ഇടയിൽ അല്ലെങ്കിൽ വ്യവസായ ജീവിതത്തിന്റെ ഇടയ്ക്ക് സമൂഹത്തിലേക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താണ്? ഇന്നലെ ലോഞ്ച് ചെയ്ത പ്രോജക്റ്റ് തന്നെ ഈ സമൂഹത്തിൽ ഉള്ള ഒരു ചീത്ത സ്വഭാവം മാറ്റുന്നതിന് വേണ്ടിയാണ്. കാരണം ഇത് ആളുകൾ ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയുക എന്നുള്ള ഒരു നിലപാടുണ്ട്. എല്ലാ കാര്യത്തിലും അങ്ങനെ എല്ലാം വലിച്ചെറിയുന്നതാണ്. അപ്പോൾ അതിൽ ഒരു മാറ്റം വരുന്നതിന് വേണ്ടിയുള്ള ഒരു ചെറിയ സംഭാവന, ആ ഒരു കൺസെപ്റ്റ് അത് കൊണ്ടുവരാമെന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പം ഈ ചെരുപ്പ് വ്യവസായം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അതൊരു വലിയ വ്യവസായമാണ്. ചെരുപ്പ് വ്യവസായം അത് വലിയ ഒരു ധാരാളം ആളുകൾ, ഇപ്പോൾ ചെരുപ്പില്ലാത്ത ആൾക്കാരില്ല. പഴയ കാലത്തൊന്നും ചെരുപ്പിടാറില്ലായിരുന്നു, ഇടാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പം എൻ്റെ കുട്ടിക്കാലത്തൊന്നും സ്കൂളിൽ പോകുമ്പോൾ ചെരുപ്പൊന്നുമില്ല, ചെരുപ്പില്ലാതെയാണ് ഞങ്ങളൊക്കെ പോയത്. അപ്പോൾ ആരെങ്കിലും ഒരു ചെരുപ്പൊക്കെ ഇട്ട് വരികയാണെങ്കിൽ തന്നെ വലിയൊരു സംഭവമാണത്. അങ്ങനത്തെ അത് ഇന്നതല്ലല്ലോ. ഇന്ന് എല്ലാം ഏറ്റവും ഫാഷനായിട്ടുള്ള ഏറ്റവും വില കൂടിയ ചെരുപ്പുകളാണ് ധാരാളം ഓരോ ആൾക്കാർ ധരിക്കുന്നത്. അപ്പോൾ ഈ ഉപയോഗം കഴിഞ്ഞാൽ വലിച്ചെറിയുക എന്നുള്ളതാണ്. അത് കളഞ്ഞേക്കുക എന്നല്ലാണ്ട് അത് എങ്ങോട്ട് കളയുന്നു, അതുകൊണ്ടുണ്ടാകുന്ന ദോഷം എന്താണ്, അതുകൊണ്ട് നമ്മളെ സമൂഹത്തിന് എന്ത് ബാധിക്കുന്നു, നമ്മളെ ഭൂമിയെ എങ്ങനെ ബാധിക്കുന്ന ആരും നോക്കുന്നില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ആലോചന, അതിൻ്റെ ഒരു തുടക്കമാണ്. അപ്പോൾ ആ തുടക്കം വിജയിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ കേരളത്തിൽ പുകവലി ഒരു സാധാരണ സംഭവമായിരുന്നു. കല്യാണത്തിനൊക്കെ ആണെങ്കിലും വരുമ്പം ഒരു സിഗരറ്റിൻ്റെ പാർട്ടിയായിട്ട് ആൾ നിൽക്കും, സിഗരറ്റ് കൊടുക്കും, സിഗരറ്റ് പിടിപ്പിക്കുക. അതേമാതിരി വെറ്റില മുറുക്കാൻ കൊടുക്കും. അതൊക്കെ അന്ന് അതിൻ്റെ ഒരു പ്രധാന ഭാഗമായിരുന്നു. ഇപ്പം നമ്മൾ ബോധവൽക്കരിക്കലായതുകൊണ്ട് അതിങ്ങനെ മാറി വന്നു. ഇപ്പം പുകവലി കേരളത്തിൽ വളരെ കുറഞ്ഞു. പുകവലില്ല, അങ്ങനെ നമ്മൾ പ്രത്യക്ഷത്തിൽ ഇതിലൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ ഒരു പ്രശ്നം എന്തും നമ്മളാവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയുന്നുള്ളതാണ്. അപ്പോൾ അതിനിപ്പം ഗവൺമെൻറ് വലിയ തോതിലുള്ള കേരള ഗവൺമെൻറ് വലിയ തോതിലുള്ള പരിപാടികൾ തയ്യാറാക്കി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ സംവിധാനം തന്നെ ഉണ്ട്. അപ്പോൾ അതിനെ കൂടി നമുക്ക് വിജയിപ്പിക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ്. കാരണം അവർക്ക് കൂടി സഹായകരാകുന്ന ഒരു പദ്ധതിയാണ്. എന്താ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ വലിച്ചെറിയുന്നതിന് പകരം നമ്മൾ തിരിച്ചെടുത്തിട്ട് അതിൽ റീപ്രോസസ് ചെയ്യാൻ പറ്റുന്നത് റീപ്രോസസ് ചെയ്തിട്ട് ഉപയോഗപ്പെടുത്തുക. മറ്റത് നമ്മൾ ഭൂമിക്കും വെള്ളത്തിനും ഒന്നും കേടുവരാതെ അതിലേക്ക് എത്താത്ത നിലയിൽ സംസ്കരിക്കാനുള്ള പരിപാടികൾ ആവിഷ്കരിക്കുക എന്നുള്ളതാണ്. ഇതാണ് ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ അത് ചെയ്യുന്ന മെല്ലെ അതിങ്ങനെ ശരിയായിക്കോളും. കാരണം ആളുകൾ ഇപ്പം പെട്ടെന്ന് അനുസരിക്കില്ലെങ്കിലും മെല്ലെ അത് ആളുകൾ അത് ചെയ്യാൻ പുറപ്പെടും. ഒരു പ്രശ്നങ്ങളുണ്ടായി അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിൽ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളിപ്പോൾ ഈ തോന്നിയ മാതിരി പെണ്ണ് കെട്ടും, ഞാൻ എല്ലാം EMSനെയും കെട്ടും, മോളിയും കെട്ടും എന്ന് പറഞ്ഞ കാലത്തൊരു കാലം ഉണ്ടായിരുന്നല്ലോ. കാരണം അന്ന് അത്രയും വലിയ ഈ ശാബാനു കേസിൽ അത്രയും വലിയ പ്രകോപനമൊക്കെ ഉണ്ടായതാണ്. പക്ഷെ പ്രകോപനമൊക്കെ ഉണ്ടായെങ്കിലും അത് ആളുകൾക്ക് ബോധ്യപ്പെട്ട് അത് ശരിയല്ലാത്തൊരു പരിപാടിയാണെന്ന് ആളുകൾ സ്വയം ഇപ്പം മാറി. ഇപ്പം ആളുകൾ അത് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ സ്വകാര്യമായിട്ട് ആരെങ്കിലുമൊക്കെ ചെയ്യുന്നതല്ലാണ്ട് ജനം അറിഞ്ഞുകൊണ്ട് അത് ചെയ്യുന്നില്ല. അത് ചെയ്യുന്നത് മോശമാണെന്ന് ആളുകൾക്ക് ബോധ്യപ്പെട്ടു. അതേമാതിരി നമ്മൾ ആ നിലയിൽ ആളുകളെ എല്ലാ കാര്യത്തിലും അങ്ങനെ ആളുകളെ ശീലിപ്പിച്ച് കൊണ്ടുവരണം. അത് ശീലിപ്പിച്ച് കൊണ്ടുവന്നാൽ ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ വലിച്ചെറിയൽ ആളുകൾ അവസാനിപ്പിക്കാൻ കഴിയും.
അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇപ്പം ഗവൺമെൻറ് തീവ്രമായി ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ നമ്മളും ചെയ്യുക, അതാണ്. അപ്പോ VKC എന്ന ബ്രാൻഡ് തലമുറകളോളം ഇനിയും ജൈത്രയാത്ര തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. 037 421